ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്നൊരു കോട്ടിയാട് മേക്ക് ഓവർ വീഡിയോ ആണ് കേട്ടോ. നിങ്ങൾ ഈ കാണുന്നതാണ് ആ കോട്ടിയാട്. ആക്ച്വലി ഇത് ഇങ്ങനെയായിരുന്നു ഇരുന്നത്. ഇത് ഇപ്പോഴത്തെ നിലയിലേക്ക് ആവാൻ കാരണക്കാരായ രണ്ട് ടീംസ് ഉണ്ട്. ഒന്ന് ചതലുകളാണ്, രണ്ടാമത്തെ ടീംസാണ് ദാ ഈ കാണുന്ന രണ്ടുപേര്. ഞങ്ങളിവിടെ താമസാക്കിയിട്ട് ഇപ്പം 2 വർഷം ആകുന്നു. അന്നോട്ട് ഇവരും ഇവിടെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ അവർക്ക് ഇവിടെ കിടക്കാൻ സ്ഥലമുണ്ട്, കഴിക്കാൻ ആഹാരമുണ്ട്. ഇവർക്ക് സിറ്റ് ഔട്ടിലൊരു ഷീറ്റ് ഇട്ടിട്ടുണ്ട്. അവിടെയാണ് അവർ കിടക്കുന്നത്. പക്ഷേ ഈ നല്ല കാറ്റും മഴയാണെങ്കിൽ വെള്ളം സിറ്റ് ഔട്ടിലോട്ട് അടിച്ചു കയറും. അതുകൊണ്ടാണ് ഇവർ ഈ കോട്ടിയാട്ടിൽ ഇറങ്ങിയതും അവിടെ ഈ ആർട്ട് വർക്ക് തുടങ്ങിയതും. ആ വെള്ളയും ഒരു ചുവപ്പും കളറില്ലേ, അവൻ്റെ ഗേൾ ഫ്രണ്ടാണ് കൂടെ ഉള്ളത് കേട്ടോ. അവൾ ഈ നാട്ടിലെ അറിയപ്പെടുന്ന ഒരു കോഴിപിടുത്തക്കാരിയായിരുന്നു. ഇവളെ പിടിച്ച് നാട്ടുകാർ കോഴീനെയൊക്കെ കൊടുത്തു. ഇവളാണ് അതിൻ്റെ ഉത്തരവാദി എന്നാണ് നാട്ടുകാർ പറയുന്നത്. എനിക്കറിയില്ല. എന്തായാലും നമ്മുടെയും 2 കോഴീനെ പിടിച്ചു. എന്നിട്ടും ആളെവിടെ ഉണ്ട്. അതൊക്കെ പോട്ടെ, നമുക്ക് കോട്ടിയാടിൻ്റെ കഥ പറയാം. ഹൗസ് വാമിൻ്റെയൊക്കെ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നത് ബഫല്ലോ ഗ്രാസും പിന്നെ ഈ കുറച്ച് സ്റ്റോൺസും ഒക്കെ വെച്ചിട്ടുള്ള ചെറിയൊരു സെറ്റപ്പായിരുന്നു. പക്ഷേ ഫസ്റ്റ് ടൈം ആയിരുന്നു ഞാൻ ഈ പുല്ല് വെച്ചിട്ട് എനിക്ക് അതിൻ്റെ കെയറിങ്ങും കാര്യങ്ങളും ഒന്നും അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അത് നശിച്ചു പോയി. ബഫല്ലോ ഗ്രാസ് പോയതിന് ശേഷം പിന്നീട് ഞാൻ പേൾ ഗ്രാസ് വെച്ചു. പേൾ ഗ്രാസ് വെച്ചപ്പം എനിക്ക് ഇടയ്ക്കൊരു പാത്ത് വേ കൂടെ സെറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ സെറ്റ് ചെയ്തതാണ്. മെറ്റലൊക്കെ ഇട്ടിട്ട് ചെറിയൊരു പാത്ത് വേ ഒക്കെ സെറ്റ് ചെയ്ത് ഭയങ്കര സെറ്റപ്പാക്കി വെച്ചിരുന്നതാണ്. അതാണ് ഇപ്പം മെറ്റലേതാ മണ്ണേതാ മണലേതാന്ന് പറഞ്ഞ് അറിയാത്ത രീതിയിൽ കിടക്കുന്നത്. ഈ മേക്ക് ഓവറിൻ്റെ സമയത്ത് ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് അതായിരുന്നു. കാരണം എനിക്ക് ആ മെറ്റൽ വീണ്ടും യൂസ് ചെയ്യാനായിട്ട് വേണം. പക്ഷേ ഇവർ ഇതിൽ ആർട്ട് വർക്ക് നടത്തിയപ്പം ഈ മണ്ണും മെറ്റലും എല്ലാം കൂടെ മിക്സായി കിടക്കുമായിരുന്നു. അപ്പോൾ അത് തന്നെ ഒന്ന് വേർതിരിച്ച് ഒന്ന് നമുക്ക് യൂസ് ചെയ്യത്തക്ക രീതിയിലാക്കിയപ്പോൾ തന്നെ നല്ല സമയമെടുത്തു. ഒരു 6-6.5 മണിക്കൂർ നീണ്ട പരിശ്രമമാണ് ഞാനിവിടെ ഒരു 6.5 മിനിറ്റിൽ ഒതുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു 3 പാർട്ടായിട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഫസ്റ്റ് പാർട്ട് കാണുന്നവർ സെക്കൻഡ് പാർട്ടും തേർഡ് പാർട്ടും കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക. അപ്പോൾ നമുക്ക് കോട്ടയാടൊക്കെ ഒന്ന് മേക്ക് ഓവർ ചെയ്തിട്ട് വരാട്ടോ. ഇത്തവണ ഞാൻ നാച്ചുറൽ ഗ്രാസിന് പകരം ആർട്ടിഫിഷ്യൽ ഗ്രാസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പച്ചപ്പും ഹരിതാപവും നിലനിർത്താൻ വേറെ വഴിയില്ലാത്തതുകൊണ്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് യൂസ് ചെയ്തു എന്നേ ഉള്ളൂ. പേഴ്സണലി എനിക്ക് നാച്ചുറൽ ഗ്രാസ് തന്നെയാണ് ഇഷ്ടം. പക്ഷേ എന്ത് ചെയ്യാം, വേറെ വഴിയില്ലല്ലോ. നമുക്ക് വീഡിയോ ഒക്കെ കണ്ടിട്ട് വരാമേ.